ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമുക്കിന്ന് വിട്ടുവീഴ്ച അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഫർഗീവ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അഫ്വ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇന്നല്ലാഹ അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നമ്മൾ റമളാനിലൊക്കെ ദുആ ചെയ്യാറുണ്ട്. അതുപോലെ ഒരു ഹദീസ് ഉണ്ട്, അല്ലാഹു തആല പറയുന്നതായിട്ട്, മാ സാദൽ അബ്ദു ബി അഫ്വിൻ ഇല്ലാ ഇസ്സ. എൻ്റെ ദാസന്മാർക്ക് അല്ലെങ്കിൽ ദാസന് വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ ഇസ്സത്ത് വർദ്ധിക്കുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. ഒരു മനുഷ്യന് വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ ഇസ്സത്ത് അല്ലെങ്കിൽ പ്രതാപം വർദ്ധിക്കുന്നു എന്നല്ലാതെ അവന് മറ്റൊന്നെങ്കിലും ദോഷമോ ബുദ്ധിമുട്ടുകളോ അതുകൊണ്ട് വരുന്നില്ല. എത്ര നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നോ നമുക്ക് നമ്മളുടെ പരസ്പരമുള്ള സ്നേഹബന്ധവും അല്ലെങ്കിൽ ഐക്യവും അല്ലെങ്കിൽ അവർ നമ്മളുടെ വിലയും നിലയൊക്കെ അല്ലേ, മറ്റുള്ളവർക്ക് നമ്മളൊരു എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അവർക്ക് നമ്മളുടെ സ്നേഹം വർദ്ധിക്കുകയുള്ളൂ, അവർക്ക് നമ്മളുടെ ബഹുമാനം കൂടിയുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇസ്സത്ത് വർദ്ധിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും അതുകൊണ്ടൊരു ദോഷമൊന്നും ഇല്ല എന്നല്ല, ദോഷം ഇല്ല. അപ്പം അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നില്ല, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമ്മൾ ഉപദ്രവിച്ചു എന്ന് വിചാരിക്കുക. ആ ഉപദ്രവിച്ച ആളെ നമ്മളിങ്ങനെ അവരോടൊരു പകയും കൊണ്ട് നടക്കണം. നമ്മൾ അവരെ സമയം കിട്ടുമ്പോൾ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു പക വീട്ടണം എന്ന് വെച്ച് ഇങ്ങനെ സമയം കാത്തിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിങ്ങനെ വല്ലാത്തൊരു ദേഷ്യവും വാശിയും വല്ലാത്തൊരു പകയും എന്തൊക്കെയോ അങ്ങ് വേണ്ടാത്ത കുറേ ചിന്തകളും കുറേ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ നമ്മൾ പകയും വെച്ചിങ്ങനെ നടക്കുമ്പോൾ നമുക്കിത് തന്നെ നമ്മളെ ഇഷ്ടമില്ലാത്തൊരു വല്ലാത്തൊരു മുഷിപ്പിലേക്ക് നമ്മൾ പോകും. നമ്മൾ എന്തൊക്കെയോ ആവശ്യമില്ലാതെ കുറേ ചിന്തിച്ച് കുറേ അതിനുള്ള പ്ലാനുകളായിട്ടും അതിൻ്റെ കുറേ എങ്ങനെ എപ്പോൾ അവസരം കിട്ടുകയാണ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ള അവരുള്ളൊരു വൈരാഗ്യവും ദേഷ്യവും മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളിൽ കുറേ ആവശ്യമില്ലാതെ കുറേ ചിന്തകളും ആവശ്യമില്ലാതെ കുറേ കെമിക്കൽ ഹോർമോൺസും ഒക്കെ വന്നിട്ട് നമ്മൾക്ക് അങ്ങ് അസുഖം പിടിക്കുക അല്ലെങ്കിൽ നമ്മളങ്ങ് നാശത്തിലേക്ക് പോകുക എന്നുള്ള അത് നമുക്കൊരു കാര്യമില്ല. എന്നാൽ ആ അവസ്ഥയിൽ നമ്മൾ ഉപദ്രവിച്ച ആൾക്ക് നമ്മളങ്ങ് മനസ്സറിഞ്ഞ് വിട്ടുകൊടുത്താൽ പുറത്തു കൊടുത്താൽ നമ്മളുടെ മനസ്സിൽ വലിയൊരു ഭാരം അങ്ങ് ഇറങ്ങിപ്പോകും. നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരും, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ സമാധാനം കിട്ടും, അല്ലെങ്കിൽ ജീവിതത്തിനൊരു സന്തോഷം കിട്ടും, ഉന്മേഷം കിട്ടും, ഉണർവ് കിട്ടും. എന്നാൽ ആ സ്ഥാനത്ത് നമ്മളിത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലും തലയിലൊക്കെ വെച്ചിങ്ങനെ നടക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി ഉറക്കം വരികയില്ല. കാരണം ഇത് തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കും, നമ്മളെങ്ങനെയാണ് അവരെ ഉപദ്രവിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ പക വിട്ടേണ്ടത്, എങ്ങനെയാണ് അവർ ശരിയാക്കേണ്ടത് എന്നുള്ള ഒരു വല്ലാത്തൊരു ത്വരയും നമ്മളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളെ ഉറക്കത്തെ ഇല്ലാണ്ടാക്കും, നമ്മുടെ മനസ്സമാധാനം കളയും. ഇങ്ങനെ ഒരു ആവശ്യമില്ലാതെ കുറേ ചിന്തകൾ വരും. നമ്മളെ തന്നെ ഒരു കൺട്രോളിൽ കിട്ടാതെ നമ്മൾ ദേഷ്യവും വാശിയും മറ്റുള്ളവരോടൊക്കെ ഉള്ളൊരു വൈരാഗ്യവും നമ്മൾ ചുറ്റുള്ളവരോടൊക്കെ ഒരു ദേഷ്യവും കാട്ടി നമ്മുടെ കുടുംബത്തിലും വീട്ടിലും ഒക്കെ അതിൻ്റേതായ ഒരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും നല്ല മനസ്സുള്ള വിട്ടുവീഴ്ച എന്നുള്ളത് നല്ലൊരു മനോഭാവമാണ്. അത് നമുക്ക് ഒരുപാട് ഗുണം കിട്ടുന്നതാണ്. എന്നാൽ മറ്റുള്ളവർ നമ്മുടെ അയൽവാസികളാണെങ്കിലും കുടുംബ ബന്ധമാണെങ്കിലും അല്ലെങ്കിൽ ദൂരെ ഇനി ആരെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇനി സ്വന്തം വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണെങ്കിലും ഒക്കെ പരസ്പരം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ ഒരു സന്തോഷം നിറയുന്നുണ്ട്, അവിടെ ഒരു വല്ലാത്തൊരു നന്മ പടരുന്നുണ്ട്. ആ നന്മ ആകെ നമ്മളിൽ തന്നെ ആ ഒരു പ്രസന്നത കാണും. നമുക്ക് ചുറ്റുമുള്ള ആളുകളിലേക്കും ആ പ്രസന്നത നമുക്ക് കൈമാറാൻ സാധിക്കും.
നമ്മൾക്ക് പ്രസന്നത കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ആ അടുത്ത ആൾക്കത് സ്വീകരിക്കാൻ പറ്റുന്നത്, നമ്മളെ ചുറ്റുമുള്ള ആളുകൾക്കത് സ്വീകരിക്കാൻ പറ്റുന്നത്. ആ ചുറ്റുമുള്ള ആളുകൾക്ക് പിന്നെ തിരിച്ച് ഇങ്ങോട്ടാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ആ പ്രസന്നത കൊടുക്കാൻ സാധിക്കും. എന്നാൽ ആ അവസരം നമ്മൾ മറ്റൊന്നാണ് കൊടുക്കുന്നതെങ്കിൽ, നമ്മുടെ പകയും ദേഷ്യവും വൈരാഗ്യമൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു കൈമാറ്റമാണ് അപ്പോൾ സംഭവിക്കുക. അതുകൊണ്ട് നമ്മൾ നല്ല മനസ്സിലുള്ളവരാകാൻ ശ്രമിക്കുക. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും.